Welcome to this present. നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും എത്തിയിരുന്നു. വെൽക്കം ടു ഓൾ. നിങ്ങൾ കുറച്ചുപേരുടെ ഒരുപാട് കാലത്തെ സ്വപ്നവും ആഗ്രഹവും ഒക്കെയാണ് സിനിമ. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചോദിക്കാം. നമസ്കാരം. ഡയറക്ടർ തന്നെയാണ്. നോർമലി ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു പ്ലോട്ട് കിട്ടിയത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ്. സ്വത്ത് തർക്കവും അങ്ങനത്തെ ഒരുപാട്. എന്താണ് ഇങ്ങനൊരു പ്ലോട്ട് എടുക്കാൻ തീമിന് ഒരു 3 പേരെ ഒത്തുചേർക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? തീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ അത് പറയുന്ന കഥയിൽ അല്ലായിരുന്നു എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു സ്പേസ് ആയിരുന്നു. ഞാൻ എന്റെ ചെറുപ്പകാലം കുറച്ചു കാലം ചെലവഴിച്ചത് കോഴിക്കോട് അടുത്തുള്ള കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ സ്പേസ് ആണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു. അവരുടെ ഒരു ഇന്ററാക്ഷനിലൂടെ രൂപപ്പെട്ട് വന്ന ഒരു കഥയാണത്. ഇപ്പൊ നല്ല രീതിയിൽ നമ്മളൊരു നല്ല ആക്ഷൻ കണ്ടിട്ടുണ്ട്, വില്ലൻ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു പക്ക സീരീസ് ആയിട്ട് ഒരു ഡ്രാമാറ്റിക് മോഡലിൽ ഒരു കഥാപാത്രമായിട്ട് തോന്നിയ ട്രെയിലർ കണ്ടപ്പോ ശരിക്കും എന്താണ് കഥാപാത്രം, എന്താണ്, എങ്ങനെയാണ് ക്യാരക്ടറിന്റെ സ്വഭാവം, എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. പിന്നെ ശരൺ എന്തൊരു ഡയറക്ടറാണ്. പഠിച്ച് അത് എന്താ പറയുക, ജിയോ ബേബിയാണ് എന്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. ഇങ്ങനെ നല്ലൊരു കഥയുണ്ട്, എന്നോടൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുലിമട എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശരൺ വന്ന് സംസാരിക്കുകയും കേട്ട സമയത്ത് തന്നെ ധാരണയുണ്ടല്ലോ, ഒരു ഡയറക്ടറുടെ ധാരണ. അത് വളരെ കൃത്യതയുള്ള ആളാണ് ശരൺ. അതുപോലെ തന്നെ ഞാൻ സിനിമയുടെ ഫസ്റ്റ് കട്ട് കണ്ടതുമാണ്. അപ്പം നല്ല രസമായിട്ടുള്ള സിനിമയാണ്. ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സിലാവും സിനിമ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ എന്നുള്ളത്. അലഞ്ചേട്ടന്റെ ആയാലും സുരാജിന്റെ ആയാലും ഈ പിറശ്ശേരിയും തോമസും ലാർഗി എല്ലാം. ഇപ്പൊ ഞങ്ങൾ പോയി കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ അവിടെ നിന്ന് പറഞ്ഞിരുന്നത് മുഴുവൻ ഇതേ കാര്യങ്ങളാണ്, ഓരോ സീനെ കുറിച്ചിട്ടൊക്കെ. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ആ കഥ കേട്ടപ്പോ എന്തായിരുന്നു തോന്നിയത്, അത് അതുപോലെ അതിന് ഭംഗിയായിട്ട് ചെയ്യാൻ ശരണിന് പറ്റി. വെറുതെ പറയുന്നതല്ല, ഞാൻ നല്ല സിനിമയായിരുന്നു. അലക്കമ്പട. കൺഗ്രാജുലേഷൻസ് ശരൺ. ഇപ്പൊ നോർമലി തിയേറ്ററിൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാല് ഓവർ മാസ് പടങ്ങൾ അല്ലെങ്കിൽ കോമഡി പടങ്ങൾ, ത്രില്ലർ ജോണേഴ്സ് ഒക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഡ്രാമ സീരീസിലുള്ള പടങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരായണന്റെ 3 മക്കൾ അതിന് മാറ്റമാകുമോ? ഇതൊരു ഡ്രാമയല്ല, ഇതൊരു റിയലിസ്റ്റ് മൂവിയാണ്. എന്റെ ചുറ്റും എന്റെ ബന്ധുക്കളും എന്റെ അയൽക്കാരുമാണ് എന്റെ ശത്രുക്കളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സിനിമ നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തും. ഈ സിനിമയിലെ ശത്രുക്കൾ എല്ലാവരും അവരവർ തന്നെയാണ്. ശരിക്കും ലൈഫിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാം. ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അത് ഡയറക്ടർക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത്. എന്നോട് വന്ന് വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് ആദ്യം ഇതിന്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത്. ആസാംകാർ. അപ്പൊ കഥ കേട്ടു, എനിക്കിഷ്ടമായി. കാരണം ഞാൻ അവിടെ ഒരു വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിന്റെ അകത്ത് എന്റെ ബന്ധുക്കളെ ആൾക്കാരെ ഞാൻ കയറ്റാറില്ല. കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു. ഞാനൊന്ന് വളർന്നുപോയി എന്നെ അസൂയ കൊണ്ട്. അപ്പോ ഞാനൊരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു, ഒരു ജയില് കെട്ടാൻ തീരുമാനിച്ചു. ആ ജയിലിന്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ സമ്മതിച്ചു. ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത്.
ഈ ജോബി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ബൈബിളില് സൺ ഓഫ് ജോബ് എന്ന് പറയും. അർത്ഥം എന്താണെന്ന് അറിയാമോ? സ്നേഹിതൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ സിനിമ അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഡയറക്ടർ സാറിനോടാണ് എന്തുകൊണ്ട് ജോയിച്ചേട്ടൻ, സുരാജേട്ടൻ, അലൻ ചേട്ടൻ, എന്തുകൊണ്ട് 3 ആൺമക്കൾ എന്ന് പറയുമ്പോൾ അവരെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? കാസ്റ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എന്തുകൊണ്ടോ അത് സംഭവിച്ചതെന്ന് പറയാം. അതായത് ഞാൻ എഴുതുന്ന സമയത്തായിരുന്നു ഇപ്പം ജോസേട്ടന്റെയും സുരാജേട്ടന്റെയും കലഞ്ചേട്ടന്റെ ഒക്കെ മുഖം മനസ്സിലേക്ക് വന്നത്. അപ്പൊ ആ സമയത്ത് ഇവരാരും എനിക്കറിയില്ല. എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം ഇവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നു, ഇവരുടെ അടുത്ത് കഥ പറയാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു റൈറ്റേഴ്സ് ഫ്രീഡം, നമ്മളൊരു എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം എന്ന നിലയിലായിരുന്നു ഞാൻ കണ്ടത്. പക്ഷെ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ രസമുള്ള സാധനമാണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം കുരുമലയുടെ സെറ്റിലൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞ പോലെ ചോദിച്ചിട്ട് എത്തിയത്. അപ്പം ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അന്നും പറഞ്ഞത്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി. അങ്ങനെ അതിനുശേഷം സുരാജേട്ടന്റെ അടുത്തേക്കും അലഞ്ചേട്ടന്റെ അടുത്തേക്കും ഒക്കെ എത്തി. ഇവരെല്ലാവരും അടുത്തേക്ക് എത്തി. നാരായണിന്റെ 3 ആൺമക്കളാണല്ലോ. ഈ ടൈറ്റിൽ എങ്ങനെയാണ്? എന്താണ് അതിന്റെ റീസൺ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ടൈറ്റിൽ എനിക്ക് തോന്നി ഈ സിനിമയിലെ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ഇതിന്റെ ടൈറ്റിൽ ഫിക്സ് ചെയ്യാന്നുള്ളതായിരുന്നു. എഴുതുന്ന സമയത്ത് ഈ ടൈറ്റിൽ അല്ലായിരുന്നു. ഇവരുടെ അടുത്തൊന്നും കഥ പറയുമ്പോൾ ഈ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഷൂട്ടിന്റെ ഒരു 1 മന്ത് മുന്നെയാണ് ഓക്കെ ഒരു ദിവസം രാത്രി എപ്പോഴായിരുന്നു ഇത് ആലോചിച്ചത്. പക്ഷെ വൻസ് ഇത് നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് എത്തിയപ്പം എനിക്ക് ഓക്കെ ഇതാണ് ഈ സിനിമ എന്നുള്ളൊരു ഒരു ഫീല് വന്നിരുന്നു. അതുപോലെ തന്നെ അതിൽ അപ്പൊ പേരിലൊരു നാട്ടുഭാഷയുടെ ഒരു ഇതുണ്ടല്ലോ, നാരായണീന്റെ എന്നൊക്കെ പറയാം. അപ്പൊ ആ ഒരു പടത്തിനും ആ ഒരു ഫീലുണ്ട്. നാരായണിയാണോ മെയിൻ ക്യാരക്ടർ, മെയിൻ ലീഡാണോ? അങ്ങനെ ഉദ്ദേശിച്ചാകട്ടെ പടമാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ ശൈലജയോടാണ് സീരിയല് ഏറ്റവും അറിയാലോ, സീരിയല് മെയിൻ താരമായിരുന്നു. അപ്പൊ സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് വന്നപ്പോ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തു. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയില്? ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത്. ഓക്കെ, സീരിയലാണ് പക്ഷെ കൂടുതലും ഹൈപ്പ് കിട്ടിയത്. ഏഷ്യനെറ്റില് കുങ്കുമപ്പൂവാണ് റിലീസ് ചെയ്തത്. സിനിമയായാലും സീരിയലായാലും ഞാൻ കുറച്ച് വർക്കേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ചെയ്ത വർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന വർക്ക്സ് ആയിരുന്നു. വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രാഫ്റ്റിംഗ്. ദാറ്റ്സ് ഇറ്റ്. മാം, അതിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം കഴിഞ്ഞിടയിലുണ്ടായ ഒരു വിവാദം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം സീരിയലുകൾ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു നെഗറ്റീവ് മെസ്സേജസ് ആണ് സീരിയലുകൾ നൽകുന്നത് എന്നൊരു ഇതുണ്ടായിരുന്നു. മാം അതുപോലെ ഇൻഡസ്ട്രിയിലാണെന്നുള്ളത്. കാരണം കൂടുതൽ പ്രേക്ഷകർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീരിയലുകളാണ്. അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് കാണുകയും അടുത്ത് വരികയും സെൽഫി എടുക്കുകയും ആ കഥാപാത്രമായി തന്നെ പേര് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സീരിയലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിവിഷനിൽ കാണിക്കുന്ന പരമ്പരകൾ നെഗറ്റീവ് മെസ്സേജസ് ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആയിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത ശരി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കുങ്കുമപ്പൂ എന്തോ ബാക്കിയുള്ള സീരിയലുകളിൽ നിന്ന് അന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഹിറ്റ് ആയത്. ആ സമയത്ത് തന്നെ ഇതുപോലെ വലിച്ചു നീട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. ടാം റേറ്റിംഗ് നോക്കി ചെയ്യുക. ബേസിക്കലി കുടുംബ പ്രേക്ഷകർ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, എസ്പെഷ്യലി അമ്മൂമ്മമാരൊക്കെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടുംബമായിട്ട് വന്ന് ടിവിക്ക് മുന്നിൽ ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് സീരിയലിന് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലും ചുറ്റുപാടും നടക്കുന്ന കഥകളുടെ ഒരു ലോങ് ഫോർമാറ്റാണ്. ഷോർട്ട് ഫോർമാറ്റാണ് സിനിമ. അതിനൊരു ലോങ് ഫോർമാറ്റാണ്. അതിന് ആ രീതിക്ക് റിയാലിറ്റിയോട് ഒത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എടുക്കാത്തതാണ് അതിന്റെ പ്രശ്നം. അപ്പം അതിനോട് എനിക്ക് വിയോജിപ്പാണ്. ചോദിച്ചേട്ടാ, ആദ്യത്തെ ഡയറക്ഷൻ തന്നെ തോമസും ഗാർഗിയും ഇവര് ഞങ്ങളുടെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത 2 ആക്ടേഴ്സാണ്. തോമസിന് എല്ലാവർക്കും അറിയാം, ഗാർഗിനും അറിയുന്നിരിക്കണം. മലയാള സിനിമയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോ ഇതൊക്കെ ഡ്രാമ സ്കൂൾ പ്രോഡക്റ്റ് ആണ്. ഷീ ഈസ് എ വെരി ഗുഡ് തിയേറ്റർ ആർട്ടിസ്റ്റ്.
എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു പ്രോജക്റ്റ് കുറച്ച് മിസ്റ്ററി ഉണ്ട്, ട്രെയിലർ പറയുന്നുണ്ട് ഈ ഫാമിലിയിൽ ഒരുപാട് ഡാർക്ക് സീക്രട്ടുകൾ ഉണ്ടെന്നുള്ളത്. ശരിക്കും ഉണ്ടോ? കുറച്ചൊക്കെ കണ്ടോ പടം കാണുമ്പോ അതുകൂടി പറഞ്ഞ പിന്നെ കാണാനൊന്നും ബാക്കിയില്ലല്ലോ. നല്ല സിനിമയാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് ഇപ്പം ഇറങ്ങുന്ന ഈ സമയമാകുമ്പോഴത്തേക്കും അത് ഇറങ്ങുന്നതിന്റെ ഒരു സന്തോഷം അതുകൊണ്ട് അല്ലാണ്ട് ഇപ്പൊ ചോദ്യത്തിൽ നിന്നൊക്കെ അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ ആനന്ദം ഞാൻ കുറെ ഉണ്ട് പറയാൻ. ഇത് 8 വർഷത്തെ കഥയുണ്ട്. അത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞ് കുറെ സ്റ്റക്കായി പോയി. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ഒരു വരികയും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉള്ള പോലെ കുറെ സ്ട്രഗിൾ. അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതിന്റെ ഓർഡർ. അപ്പം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോ വലിയ സന്തോഷം. അപ്പം നാരായണന്റെ 3 അമ്മക്കള് എല്ലാവരും ഫെബ്രുവരി 7 കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ. അത് ഭയങ്കര പേഴ്സണലാണ്. പക്ഷെ അറിഞ്ഞൂടാ, എല്ലാവരും സ്വീകരിക്കട്ടെ. ഇപ്പൊ ഫെബ്രുവരിയാണ്, വാലന്റൈൻസ് ഡേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇവിടെ ഭയങ്കര ശരി. അപ്പൊ വാലന്റൈൻസ് അപ്പൊ നോർമലി ഇൻസ്റ്റയിൽ വരുന്ന റീൽ, വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസുകളിലൊക്കെ താങ്കളും ഉണ്ട്. ഫെബ്രുവരി റൊമാൻറ്റിക് ഇപ്പോഴും നടക്കുന്ന റൊമാൻറ്റിക് സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കുന്ന താല്പര്യമുണ്ടോ? ഒന്നുകൂടെ പറയുക, കേട്ടില്ല. ചിരിച്ചിരിച്ച് ഫെബ്രുവരി ആണല്ലോ, വാലന്റൈൻസ് ഡേ ആണ്. അതിന് നമുക്ക് വരുന്ന സ്റ്റാറ്റസ്, റീൽസുകൾ എല്ലാം നോക്കുമ്പോൾ ആനന്ദത്തിലെ സീനുകളൊക്കെ ഉണ്ട്. ആ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസുകളും ആ മൊമെന്റ്സുകൾ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിൽ തന്നെ നിൽക്കണമെന്ന് താല്പര്യമുണ്ട്, ഒരു റൊമാൻറ്റിക് സ്റ്റാർ ആയിട്ട്? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ ചെയ്യുക, ഇങ്ങനെയൊന്നുമില്ല. ഇത് ജോജോട്ടൻ പറഞ്ഞോണ്ട് എല്ലാ ക്വസ്റ്റിനും എന്റെ നേരെയാണോ ഇവിടെ ചെയ്യും? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഓട്ടമായിരുന്നു ഈ പറഞ്ഞ 8 വർഷം. ഇപ്പൊ നിഖിലാണ് ഇന്നത്തെ ക്യാരക്ടറിന്റെ പേര്. അതുപോലെ ചെയ്യാൻ പറ്റട്ടെ. ഹലോ ഗാർഗി, ഇതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. ഇന്നത്തെ വാലന്റൈൻസ് ഡേ എനിക്കത്ര സുഖകരമായ ഡേ അല്ല. കാരണം ഈ എന്റെ കഥാപാത്രത്തിന് അത്ര ഇഷ്ടമല്ല ആ വാലന്റൈൻസ് ഡേ. എനിക്കത് കൗണ്ട് ഡേ ആയിട്ട് ആഘോഷിക്കാനാണ് ഇഷ്ടം. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ജീവിതത്തില് വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ കഥാപാത്രത്തിന് ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അത് എന്തിന്റെ ബേസിലായിരുന്നു ആ ചോദ്യം? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആഘോഷം അത് ഞങ്ങൾക്ക് ചോദിച്ചത്. അത് ചെറുപ്പക്കാരനായതുകൊണ്ട്. ഹലോ ഗാർഗി, ഡ്രാമയിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നതെന്ന് ഇപ്പോ ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. അപ്പോ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ആ ഒരു പ്രോസസ് എന്ന് പറയാമോ? ഇതില് ശരണിന്റെ SRTയുടെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഈ പടം ചെയ്യാൻ നിർത്ത ശരൺ വിളിച്ചു. ആ കഥാപാത്രം കേട്ടപ്പോ എന്താണ് തോന്നിയത്? ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2-3 വർഷം മുമ്പാണ്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. എന്ന് പറഞ്ഞത്. ബട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഇതിന് ചെയ്യുന്നത്. സോ ലൈക്ക് ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ. ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് വെരി ലൈക്ക് ഇറ്റ് വാസ് വെരി ഈസി ടു വർക്ക് വിത്ത് ശരൺ. ഈ പോസ്റ്റർ കണ്ടപ്പോ തോന്നിയതാണോ എന്നറിയില്ല, തോമസും ഗാർഗിയുമാണ് ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഇപ്പോ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലോപ്പസ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ തന്നെ നിങ്ങള് രണ്ടുപേരും ഈ സിനിമയിലെ വളരെ നിർണായകമായ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നു തോന്നുന്നുണ്ട്. ആ സംശയം ശരിയാണോ? ഇതിൽ ഒരു ഫാമിലി ആണല്ലോ. ഫാമിലിയിൽ എല്ലാവർക്കും അവരവരുടെ റോള് പ്ലേ ചെയ്യാനില്ലേ? അപ്പോ അങ്ങനെ ഒരു കുടുംബത്തിൽ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ ഞങ്ങളും ആ കുടുംബത്തിന്റെ ഭാഗമാണല്ലോ. ഡാർക്ക് സീക്രട്ട് എന്നുള്ളൊരു വാക്ക് തന്നെ ജോയിച്ചേട്ടാ, ആദ്യത്തെ ഡയറക്ഷൻ തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോ എന്നാണ് ഇനി അടുത്ത സംരംഭം? ആളുകൾ കാത്തിരിക്കുകയാണ്. ഉണ്ടാവും, ചെയ്യണം. ഉടനെ പ്രതീക്ഷിക്കാല്ലേ?
പിന്നെ നായകനായിട്ടാണ് പുള്ളിക്കാരൻ. അലക്സിനെ പോലെ മാസ് ഫൈറ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അൽജേറിന് ഇഷ്ടപ്പെട്ട പടം കണ്ടോ പടം? ഇനി ചെയ്യാൻ പോകുന്നതും ആക്ഷൻ മൂവി തന്നെ ആയിരിക്കും. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാ വന്നത്. കൂടുതൽ ആക്ഷനോടാണ്. കാറ്റഗറി ഒന്നുമില്ല. പണി 2 വരും. പണി 2 ആയിരിക്കും. നോർമലി ഇങ്ങനൊരു ഇവിടെ തന്നെ അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണ് റിവ്യൂവിന് ബേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇറങ്ങിയ പടങ്ങളായിരുന്നു ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ. അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ അവര് ഇഷ്ടംപോലെ ആളുകൾ എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറെ ലവ് സ്റ്റോറി കാണണം, ഈ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം, അങ്ങനെ മാറി വരുമായിരിക്കും. ഈ അങ്ങനെ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് ഇതൊരു ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണി കഴിച്ചിട്ട് നമ്മള് പാൽസർവത്ത് കുടിക്കുന്ന പോലെ. ചോദിക്കാൻ കാര്യം കാരണമല്ല, അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയുണ്ട്. കാരണം ചേട്ടൻ ഇങ്ങനെ കാരണം അതിലും വലിയ പടങ്ങൾ ഇറങ്ങിയിട്ട് ഒരു ആരും മൈൻഡ് ചെയ്യാതെ വിടുന്നു. അപ്പൊ ചേട്ടനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ, അതാ ഞാൻ ചോദിച്ചത്. ചേട്ടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പോ കാരണം അത് കഴിഞ്ഞിട്ട് വേറെ പടങ്ങൾ ഇറങ്ങി, അതിനൊന്നും കുഴപ്പമില്ലാതെ ഓടിപ്പോയി. അപ്പൊ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ പറഞ്ഞ പോലെ പുറത്തുള്ളവരെക്കാൾ അകത്താണ് ശത്രുക്കൾ എന്ന് പറഞ്ഞ പോലെ ആണോ? ജോലി കഴിഞ്ഞിട്ട് ഞാൻ 2 കണ്ണുനീരിടുന്നു, 2 ഡയലോഗ് പറയുന്നു. പണിയെടുക്കുന്നവന് പണി കിട്ടും, പണിയെടുക്കുന്നവന് പണി കിട്ടും. ഇനി പണി രണ്ടാമത്തെ എടുക്കാൻ പോകണമെന്ന് അത് എന്നെ വെച്ചിട്ട്. ജോജി ചേട്ടാ ഇവിടെ ജോജി ചേട്ടാ, അതായത് ഒരു നല്ല നടനാണോമെങ്കിലേ സിനിമയുടെ പിന്നാമ്പുറവും അറിഞ്ഞിരിക്കണം എന്നൊരു സന്ദേശമാണ് ജോജി ചേട്ടന്റെ ഒരു വളർച്ചയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തെറ്റല്ല, സിനിമ അറിഞ്ഞാൽ മതി, പിന്നാമ്പുറം അറിയണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ആ വന്ന വഴിയാണ്. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാ അർത്ഥത്തിലും നല്ലോണം വേർപ്പൊഴുക്കി തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പൊ കൂടി ഞാൻ ശ്രദ്ധിച്ചു ഡയറക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോകുമ്പോ നല്ലൊരു വർക്കാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ പണ്ട് മുതൽ ഇങ്ങനെയാണോ? അതായത് ഒരു സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണോ? 100% അങ്ങനെയാണല്ലോ. സംവിധായകന്റെ കല തന്നെയാണ് സിനിമ. അത് തർക്കമില്ലാത്ത കാര്യം, ഞാൻ പറയണതല്ല, അതാണ് അതിന്റെ സത്യം. അതെ. അപ്പോ ഈ സിനിമയിൽ നാരായണന്റെ 3-ാം മുഖം സിനിമയില് നല്ല എണ്ണം പറഞ്ഞ 2 നടന്മാര് ഒപ്പം കട്ടയായിട്ടുണ്ട്. അലൻസിയർ ലോപ്പസ് എന്നുള്ള നടനും സുരാജ് വെഞ്ഞാറമൂടും. അപ്പൊ നിങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഇവരിപ്പോ വർക്ക് ചെയ്യുമ്പോ മത്സരം ഉണ്ടായിരുന്നോ? നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗീവ് ആൻഡ് ടേക്ക് നടത്തിയിരുന്നത്? നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഞങ്ങളൊരു 100 മീറ്റർ ഓടി വെക്കും. അന്ന് ജയിക്കുന്ന ആളാണ് അന്നത്തെ ഹീറോ. ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും, ഞാന് സുരാജായാലും ചേട്ടനായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, എണ്ണം പറഞ്ഞ നടന്നായിരുന്നു. അപ്പൊ ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട്. അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടർ. 28 ദിവസമല്ലേ, 29 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഇത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല നല്ല അറിവുണ്ടാവണം. അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ശരൺ. ശരണിന്റെ ഇനിയുള്ള സിനിമകളും നന്നാവും. ഇപ്പൊ നിങ്ങൾ നാളെ സിനിമ ഇപ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോണ ഒരു കാര്യം തന്നെയാണ്, ഒരു ഡൗട്ടില്ല അതില്. ഞങ്ങള് നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക, എനിക്ക് ചേട്ടനോട് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ. അപ്പൊ സുരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ്. ഞാൻ സുരാജിന്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഒക്കെ കാണാൻ പോവുക. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ള ഒരു കാര്യം. മത്സരമൊട്ടൊന്നുമില്ല, നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മത്സരോട്ടത്തിനുള്ള
മലയാള സിനിമയില് അഭിനയ രാജാവായിട്ടുള്ള തിലകൻ സാറുമായിട്ട് അലൻസിയറിനെ കമ്പയർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു നടനെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആർക്കും പകരക്കാരനല്ല. എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എന്റെ ഈ ഇരിക്കുന്ന കസേര മാത്രമാണ്. തിലകസാറിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. നിങ്ങൾ നേരത്തെ ജോലിയോട് ചോദിച്ചു ഞങ്ങൾ മനുഷ്യരോടൊപ്പം നടത്തിയത്. ഞങ്ങൾ ഒളിമ്പിക്സ് ഓട്ടത്തിൽ പോയതല്ല. കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല. അതൊരു കൊടുക്കൽ വാങ്ങലാണ് കലയിൽ. ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആക്ഷൻ ശൂന്യമായി പോകും. അത് പരസ്പര സ്നേഹമാണ്. ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടുകൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് നിങ്ങൾ അത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങളുടെ അഭിനയമാണ്. അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോലി പറഞ്ഞതുപോലെ ഓടി തോൽപ്പിക്കാനും ആരെ തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല. അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എന്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാവരും. ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിരുന്ന ഒരു കളത്തിൽ നിന്നുള്ളിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ഉണ്ടാവും. ഞങ്ങൾ ക്യാമറയുടെ ലെൻസിന്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയല്ല. പിന്നെ കുറെ ജഡ്ജിമാർ വരും. ആ 6 ജഡ്ജിമാർ വന്നിട്ട് ജൂറി മത്സരത്തിൽ ഇരുന്നിട്ട് ആ ജൂറി മോന്മാരിരുന്ന് പറയും ഇയാളാണ് മികച്ച നടൻ. അത് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോ അടുത്ത കുറെ ജൂറിമാർ വരും. അവർക്ക് തോന്നും ഇവനല്ല അയാളാണ് മികച്ച നടൻ. അപ്പൊ അവർക്ക് തോന്നും അവർക്ക് കൊടുത്തതാണ്. അത്രയേ ഉള്ളൂ കാര്യം. ജൂറിമാരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകൾ നിർണ്ണയിക്കപ്പെടുന്നത്. അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു വർഷം കിട്ടുന്ന അവാർഡും ഈ ഒളിമ്പിക്സിൽ കിട്ടുന്ന അവാർഡും പോലെ താരതമ്യം ചെയ്യരുത്. അതൊരു കായികാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ്. ഞങ്ങൾ മാനസികാധ്വാനം കൊണ്ട് ചെയ്യുന്ന, സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന, പാരസ്പര്യത്തോടെ ഞങ്ങൾ സ്പർശിച്ചിരിക്കുന്ന സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന അവാർഡുകളാണ്. അതാണ് ഞങ്ങളുടെ സ്നേഹം. രാഹുൽ രാജ് രാഹുലിന്റെ ഗാനങ്ങളിലൂടെയാണ് എന്തായാലും ഈ സിനിമ കുറെ കൂടി ഹൃദയത്തിലേക്ക് റിലീസിന് മുമ്പേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ ഗാനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്ന് പറയാമോ? ഇതില് ഗാനങ്ങളെന്ന് നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റാത്ത രീതിയിലാണ്. സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് വിരൽ തൊടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ആ പാട്ടിന് മുമ്പ് ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഗസൽ, ഒരു ഫേമസ് ഗസലിനെ പറ്റി പറയുന്നുണ്ട് ക്യാരക്ടേഴ്സ് തമ്മില്. അപ്പൊ ആ ഗസല് പക്ഷെ നമുക്ക് ശരണ ആഗ്രഹം ആ ഗസൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരുന്നു. പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഗസലാണ്. അപ്പൊ നമ്മള് ചർച്ചയിലൂടെ ഓക്കെ, അപ്പോ ആ സംസാരത്തിന് ശേഷം അതേ രാഗത്തില് ഒരു ഗസലിന് തോന്നിപ്പിക്കുന്ന, അതേസമയം വളരെ നേർത്തതായിട്ട് ഒട്ടും ആ നറേറ്റീവിനെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഗാനം അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതിലെ പ്രോസസ്. ഓരോ പാട്ടും കയറി ഇറങ്ങി വരികയും അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നറേറ്റീവ്. അല്ലാണ്ട് ഗാനം പ്രത്യേകം. പക്ഷെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വി മേക്ക് സോങ്, ഒരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി പോലെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും ഈ സ്ക്രിപ്റ്റിൽ തന്നെ എന്റെ ഫസ്റ്റ് നറേഷനിൽ തന്നെ പാട്ടുകൾ ഇന്ന രീതിയിലൊരു സാധനം ഇവിടെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ആദ്യമായിട്ട് ശരൺ എന്റെ അടുത്ത് എത്തുന്നത് ഇതുപോലെ ജിയോ ബേബിയുടെ കറുത്ത കൈകൾ തന്നെയാണ് അതിന് പിന്നിൽ. ജിയോ ബേബിയുടെ മിക്സർ ചേട്ടൻ രണ്ടുപേരും കൂടെയാണ് ഇങ്ങനെ ഒരു പയ്യനുണ്ട്. ഒരു ഭയങ്കര സംഭവമാണ്. കോളേജിലൊക്കെ വലിയ റാഗൊക്കെ മേടിച്ചു. റാഗ് ഉണ്ടാവും. അപ്പോ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഇതുപോലെ ആ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഹി ഹാഡ് എൻറ്റയർ ഐഡിയ ഓഫ് ദ ഹോൾ മൂവി.
അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും ഈ പറയുന്ന ആളുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും ഒരുമിച്ച്? അപ്പൊ എല്ലാം ഓക്കെയാണ്. എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിന്റെ ഈച്ച് ക്യാരക്ടർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉറപ്പുണ്ടായ രീതിയിലാണ് അവർ ഇതാകുന്നത്. അല്ലാണ്ട് നോബഡി ഈസ് എ സ്റ്റാർ ഹിയർ, എവരിബഡി ഈസ് എ ക്യാരക്ടർ. അപ്പൊ അത് ഈ അതിലെ സംഗീതവും അതിലൊരു കഥാപാത്രം തന്നെയാണ്. ആ നറേറ്റീവിനെ മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാല് പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ആണോ എന്നൊക്കെ ചോദിച്ചാല് ഓരോ ക്യാരക്ടറിനെയും അടയാളപ്പെടുത്തുന്ന പോലെ തന്നെ സംഗീതം സ്കോറിന്റെ ഒരു സാധനമാണെങ്കിൽ, സ്വഭാവമാണെങ്കിൽ, when the characters speak, let them speak. അവിടെ നമ്മള് ഓൾറെഡി നല്ല മലയാള ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട്, എന്താ പറയേണ്ടതെന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇനി മ്യൂസിക് ഇട്ട് ഭയങ്കരമായിട്ട് അതിനെ അടയാളപ്പെടുത്താതെ when the characters speak, let them speak. ആൻഡ് അതിനുശേഷമുള്ള അവരുടെ റെസ്പോൺസിനാണ് ഒരുപക്ഷെ സംഗീതം വേണ്ട. അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു എന്നെ സംബന്ധിച്ചോളം കുറെ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനൊരു ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കമേഴ്ഷ്യലി വയബിൾ മൂവി ഇറ്റ്സെൽഫ്. പക്ഷെ ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സമാധാനം. പണ്ട് എനിക്ക് ഇതേ സമാധാനം കിട്ടിയത് ഋതു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനൊരു എനിക്കൊരു വാവ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈക്വലി വാവ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു ഷാൻ. ഡയറക്ടറിനോടാണ് അത്. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു, അതിനകത്ത് ജോയിച്ചേട്ടൻ സ്പീച്ച്ലെസ് ആക്കിയിരുന്നു എന്ന് ഞാൻ വായിച്ചായിരുന്നു. ഒരു സീൻ കഴിഞ്ഞ് എല്ലാവരും മിണ്ടാതെയായിരുന്നു, അത്രയ്ക്ക് പെർഫോമൻസ്. സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് മൂവി, സോ ഹൗ വാസ് ദി എക്സ്പീരിയൻസ് വിത്ത് ജോയിച്ചേട്ടൻ? ആ ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. പടത്തിന്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സീനായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വരും. കാരണം ഞാൻ എഴുതുമ്പോഴും ഭയങ്കര എഫേർട്ട് എടുത്ത് എഴുതിയൊരു സീനായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തേക്ക് എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോ സീൻ എന്താണെന്ന് ഒബ്വിയസ്ലി പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കട്ട് പറഞ്ഞു. അപ്പം ആസ് എ ഡയറക്ടർ എനിക്ക് വല്ലാതെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ സെറ്റ് ഫുൾ സൈലൻസ് ആണ്. എനിക്കൊരു ക്ലാപ്പ് അടിക്കാൻ പോലും അവിടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ള ഒരു ഫീലായിരുന്നു. പക്ഷെ എല്ലാവരുടെ മുഖത്തും ആ ഒരു നമ്മളൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവില്ല. അത് എല്ലാവർക്കും ആസ് എ ഡയറക്ടർ എന്റെ മാത്രമല്ല, റൂലുള്ള എല്ലാവരുടെയും ലിറ്ററലി നമ്മൾ സ്പീച്ച്ലെസ് ആയിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഒരു ക്രൂ മെമ്പർ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു എനിക്കത് കാണണം, അന്നത്തെ ആ ഒരു ഇത് റിലീവ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോഴും എക്സ്പ്രഷൻ ഐ ക്യാൻ ഫീൽ ഇൻ യുവർ ഫേസ് ആക്ച്വലി. ജോയിച്ചേട്ടനെ എവിടെ പോയാലും എല്ലാരും ചോദിക്കുന്നത് റെട്രോനെ കുറിച്ചിട്ടാണ്. അതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എന്താണ് പറയാനുള്ളതിനെ കുറിച്ചിട്ട്? എന്താണ് എന്തെങ്കിലൊക്കെ ഒന്ന് പറയാം. ശിവരാജിന്റെ കൂടെ രണ്ടാമത്തെ പടത്തിലാണ്. മെയ് 1 റിലീസ്. ഒരു വലിയ സിനിമ, അടിപൊളിയായിരിക്കും. എന്റെ ഡബിങ് എല്ലാം കഴിഞ്ഞു. സൂര്യയുടെ കമ്പാക്ക് ഇതിലേക്ക് എന്തായാലും എല്ലാ ദിവസവും അതല്ല ആ സിനിമ ഒക്കെ പറയാൻ പാടില്ല. അവിടെ തെക്കിലവര് തന്നെ ഒന്നും പറയരുതെന്ന് ഇവരുടെയൊക്കെ ഈ വലിയ സിനിമകളിലൊക്കെ എഴുതി ഒപ്പിടിയില്ല. അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്, ഒന്നും പറയരുത്. കാരണം അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിലൂടെ പറയാൻ പാടുള്ളൂ. ഞാൻ ഈ 1 റിലീസ് നമ്മൾ പറഞ്ഞു, അതാണ്. പക്ഷെ ആ സിനിമയെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാപ്പിയാക്കുന്ന സിനിമയായിരിക്കും അത്. കാർത്തിക് സുബ്രാജിന്റെ സിനിമ, സൂര്യ സാറിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും, നല്ല പടമായിരിക്കും. എല്ലാം കഴിഞ്ഞു, ജൂൺ 5 അത് തന്നെ സെയിം എഗ്രിമെന്റ്. പിന്നെ കാര്യങ്ങളുള്ളൂ. മണിസാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു ഡ്രീം ആണല്ലോ. അപ്പം അതിലേക്ക് കാസ്റ്റ് ചെയ്തത് ആ ഒരു മൊമെന്റ് എങ്ങനെയാണ്? ഇങ്ങനെ ഭാഗ്യല്ലേ, ആലോചിച്ചല്ലേ. അതൊക്കെ എനിക്ക് കിട്ടിയതെന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. അവരുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റിയതും വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. കമൽ സാറിനോടൊപ്പമുള്ള കോമ്പിനേഷൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? സീൻ പറയണം. അല്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സൗഹൃദമാണ് എന്റെ കൂടെ ഇരിക്കാൻ പറ്റിയത്, സംസാരിക്കാൻ പറ്റിയത്, ഇടപെടാൻ പറ്റിയത്, അഭിനയിക്കാൻ പറ്റിയതൊക്കെ വലിയ കാര്യങ്ങളാണ്. അത് സിനിമ റിലീസ് ചെയ്തിട്ട് പറയാം. പണി OTT റിലീസായി, ഗംഭീര അഭിപ്രായം എല്ലാവരും പറഞ്ഞു. എനിക്ക് എന്നുവെച്ചാല് ഞാനിരിക്കുന്നത് നാരായണന്റെ മക്കളുടെ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയെ കുറിച്ച് തന്നെ സംസാരിക്കാം. കാരണം അല്ലെങ്കിൽ ഞാൻ
ഇവരെല്ലാവരും അതിനുവേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ശരൺ ഒരു രീതിയിൽ മോട്ടിവേറ്റ് എന്താ ചെയ്യുമ്പോൾ പണി പണി അല്ല ഇപ്പം സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് പണി ഇറങ്ങിയപ്പോൾ ഒരു നിരൂപകൻ ഈ പറയുന്ന പോലെ അതിലൊരു പർട്ടിക്കുലർ സീനിനെ മാത്രം എടുത്തു വെച്ച് തുടക്കത്തിലൂടെ പ്രൊഡ്യൂസർമാരെ ആ സമയത്ത് നിന്നായിരുന്നു. പിന്നീട് ഇപ്പൊ വീട്ടിലെ ചോദിക്കാനാണ് ഒരുപാട് നല്ല സിനിമകളെ നിർമ്മാണത്തിനൊക്കെ പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് നല്ല സിനിമകളെ ലിസ്റ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം ആദ്യം ആ സിനിമയിലുള്ള പ്രൊഡ്യൂസർ ആരെന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നു. പിന്നീട് ജോബിച്ചാലിലേക്ക് എത്തിയതാണ് ഒരുപാട് നല്ല കണ്ടന്റുകളെ തോളിലേറ്റിയ ഒരു പ്രൊഡ്യൂസറാണ് ജോബിച്ചാൽ. അപ്പൊ ആ പ്രൊഡ്യൂസറിനെ കുറിച്ചിട്ടുള്ള ഗുഡ്വില്ലിന്റെ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുഡ്വിൽ പോലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയാ അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പം അത് ഞാൻ ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഗുഡ്വിൽ പോകണം അവരുടെ കിഷ്കിന്ത അറിയണം, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം രോമാഞ്ചായാലും കിഷ്കിന്തായാലും ഒക്കെ വളരെ കമേഴ്ഷ്യലി ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം. അങ്ങനെ ജോബിച്ചേട്ടന്റെ കൂടെയും ഗുഡ്വിലിന്റെ കൂടെയും പടം എത്തിയത് അവരുടെ എത്തിയതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ജോബിച്ചേട്ടൻ പടം ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്. അതായത് പ്രോപ്പർ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് ഉറപ്പുള്ള സിനിമകളിലോട്ടാണ് അത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ പടങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോ ജോബിച്ചേട്ടൻ ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയാ, എനിക്കത് പേഴ്സണലി വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം കിഷ്കിന്ത എന്നുള്ള സിനിമ അറിയുമ്പോൾ ഞാൻ ജോബിച്ചേട്ടനോട് ചോദിച്ചു, സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കുറെ പേർക്ക് എന്താ പറയാ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായ നല്ലതാണ്. നിങ്ങൾ ഒരു കാറ്റഗറി മാത്രം നടക്കും. ജോബിച്ചേട്ടന്റെ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുന്നുള്ളത്. നമ്മൾ നല്ല പടമാണെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിലൊരു പ്ലാനുണ്ട്. ചെയ്യുന്ന കഥാപാത്രങ്ങളായാലും ആളുകളുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ആ കഥാപാത്രം എത്തിക്കാൻ ഒരു കഴിവുണ്ട്. അതിപ്പോ ഒരു കലാകാരിയെ സംബന്ധിച്ച ഒരു അംഗീകാരം തന്നെയാണ്. മാഡം ചെയ്തുള്ള കഥാപാത്രം എല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ മിന്നൽമൂരിലെ കഥാപാത്രം ശരി, അതിനുശേഷം വന്ന ഭാരത സർക്കാരിലെ ഉൽപ്പന്നം അതിലെ കഥാപാത്രം നല്ല നല്ല റെസ്പോൺസുകൾ വന്നതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും നല്ല കഥാപാത്രങ്ങൾ കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ കരിയർ ഇനി സെറ്റ് കഥാപാത്രങ്ങൾക്ക് വരുമെന്നുള്ളത്. ശരിക്കും മലയാളത്തിൽ അങ്ങനെ ഓഫേഴ്സ് ഉണ്ടാകും. നാരായണനും 3 മക്കളുടെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം ബ്രെഡിലേക്ക് എത്തും. അതെ, പ്രേക്ഷകരെ എന്നെ കണ്ടിട്ട് പറയണം എത്രത്തോളം എത്തുന്നതല്ല. നമ്മുടെയൊക്കെ ഹോപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 100% സിൻസിയറിറ്റിയോടുകൂടി അതിന് നമ്മൾ ലൈഫ് കൊടുക്കുകയല്ലേ, ജീവൻ കൊടുക്കുകയാണ്. അപ്പം അത് അതിന്റെ 100% കൊടുത്തു എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഈ മലയാളം തമിഴിലൊക്കെ ചെയ്യുന്ന മാസമായിട്ട് വെബ് സീരീസിലെ കഥാപാത്രങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥിരം സെൻഡി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കഥാപാത്രങ്ങൾ നിങ്ങൾ തന്നെ എനിക്ക് സെൻഡി അല്ലാത്തൊരു സാധനം തരാൻ പറയൂ ബാക്കിയുള്ളവരോട്. വാട്ട് ഇസ് ദിസ്? ഒരു സ്റ്റീരിയോടിപ്പിസം എന്ന് പറഞ്ഞൊരു സാധനം ആക്കുന്നത് എല്ലാവരും ശല്യോ കരഞ്ഞോ എന്നെ വേറെ ഒരു കഥാപാത്രത്തിനോട് വിളിക്കൂ. ഇതിന് സെൻഡി, ഇതിന്റെ ആക്ച്വൽ ലുക്കും ഡിഫറെന്റ് ആണ്. ശരൺ സർ, സിനിമയുടെ പോസ്റ്ററിൽ US 13+ എന്ന് കണ്ടിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് US 13+? അല്ലെ എന്താണ് അത് അറിയാത്തവർക്ക്? അതൊരു സർട്ടിഫിക്കേഷന്റെ കാറ്റഗറീസ് ആണ്. യു എന്ന് പറയുമ്പോൾ പാരന്റൽ ഗൈഡൻസ് കൂടി കാണുന്ന സിനിമകളാണ്. യു എന്ന് പറഞ്ഞാൽ പാരന്റൽ ഗൈഡൻസ് ഇല്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റും. കാറ്റഗറീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു സീൻ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. സീൻ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായല്ലോ. അതന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് എന്നാണ്. നല്ല ചോദ്യം. ഇത്തരം ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നതിന് അത് ആ സിനിമയുടെ ഒരു ഡയറക്ടർ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പ്ലാൻ ആ പടത്തിലുണ്ട്. നാരായണന്റെ 3 ആൺമക്കൾ എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതെ USB എന്ന് പറയുന്നത് ഇദ്ദേഹം
അതാ പറഞ്ഞത്, ഇദ്ദേഹം നല്ല ഡയറക്ടറാണ്, നല്ല റൈറ്ററുമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. ഷാരൻ സർ, ഈ മൂവിയുടെ ഒരു ഓവറോൾ ജോണർ നോക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് കേൾക്കുന്നുണ്ട്. അപ്പോൾ താങ്കളൊരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ ഇതിനു മുമ്പ് പല സിനിമകളിൽ റെഫറൻസ് എടുത്തിട്ടുണ്ടാവും. ലൈക്ക് അപ്പൊ അങ്ങനെ നമുക്കൊരു റെഫറൻസ് എടുത്ത സിനിമകൾ, നമ്മളെ കൺവിൻസ് ചെയ്ത സിനിമ, ലൈക്ക് മലയാള പഴയ സിനിമകൾ കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഏതാണ് താങ്കൾ ഈ ഒരു നാരായണീന്റെ 3 ആൺമക്കളിലേക്ക് എത്താൻ തോന്നിച്ച സിനിമകൾ ഏതായിരിക്കും? ലൈക്ക് ഇപ്പം ഇത് അതിന്റെ ഇതാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് എന്തായിരിക്കും കൺവിൻസ് ചെയ്തത്? ഈ മൂവിയാണ് എനിക്ക് ഏറ്റവും കൺവിൻസ്ഡ് ആയത്, ഇതിലേക്ക് എത്താൻ എന്ന് തോന്നിയത് ഈ മൂവി? ഇല്ല, അങ്ങനെ ഒരു മൂവി ഇല്ല. ഇറ്റ്സ് യുവർ ഓൺ, ലൈക്ക് ഇത് സ്വന്തമായിട്ടുള്ള ഒരു പുതിയ സംഭവമാണ്. ഇപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞ ബിരിയാണി കഴിച്ചിട്ട് ഒരു നല്ലൊരു പാൽ സർബത്ത് കുടിക്കുന്ന എഫക്ട് കിട്ടുന്ന സാധനം. അല്ല, അത് രണ്ടും രണ്ട് ചോദ്യമായിരുന്നു. പുതിയതായിട്ടുള്ള സാധനങ്ങളുള്ള അവകാശവാദമൊന്നുമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഒരു ഫിലിമിന്റെ ബേസ് ചെയ്ത കാര്യങ്ങളാണ് ഇത് കണ്ടതുകൊണ്ടാണ് ഇത് വന്നതെന്നല്ല. ഞാൻ പാസ്റ്റിൽ കണ്ട എല്ലാ സിനിമകളും അതിന്റെ എല്ലാം എന്റെ ഉള്ളിൽ തന്നെ കാണുമല്ലോ. അങ്ങനെ ഒരുപാട് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ സിനിമയൊക്കെ. പക്ഷെ ഇതൊരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഒരു ഫാമിലി ജോണർ മാത്രം, ഒരു ഫാമിലി ആക്സെപ്റ്റ് ഇത് ഒരു ആസ് എ റൈറ്റർ ഫിലിം മേക്കർ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഫാമിലി ഡ്രാമ, ഒരു പക്ക ഫാമിലി ഡ്രാമയാണ്. ഈ നാരായണന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ പോലുള്ള കെ ജി ജോർജ് സാറിന്റെ ഇരകൾ പോലുള്ള കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ വില്ലന്മാര് അവര് തന്നെയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇന്നത്തെ ജനറേഷനിൽ ഈ പറയുന്ന പാരന്റിനെ അടക്കമുള്ള ബിസിനസ് ചർച്ച ചെയ്യുമ്പോൾ എന്നും നമ്മൾ തനത് കേരളത്തിൽ ഇന്നത്തെ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന ഈ സിനിമകൾ വരുന്നത് എത്രത്തോളം അല്ല ഗുണകരമല്ല, അല്ലെ ബിസിനസ് ലെവലിൽ നോക്കുമ്പോ നമുക്കിപ്പോ അതിനൊരു ടെംപ്ലേറ്റ് വരുന്നുണ്ടല്ലോ സിനിമകൾക്ക്. ഒരു വില്ലൻ, ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക, ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് നാരായണന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ചർച്ചയാവണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ പഴയ സിനിമകൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ തന്നെ കെയ്ജോസാറിന്റെ സിനിമകളായാലും പൃഥ്വിരാജ് സിനിമകളായാലും അന്നത് ഹിറ്റായില്ലെങ്കിൽ പോലും ഇന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം ഒരു രീതിയിൽ പശ്ചാത്തലത്തിൽ കടന്നു പോകുന്ന സിനിമയാണോ നാരായണന്റെ ആൺമക്കൾ എന്ന് പറയുന്നത്? ഒരു സംശയമില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോർജ് സാറിന്റെയും അടൂർ സാറിന്റെയും പത്മനാഭ സാറിന്റെയും പരമ സാറിന്റെയും സിനിമ പോലെ കാലാതീതമായിരിക്കും നാരായണീന്റെ ആൺമക്കൾ. ഒരു സംശയമില്ല. അത് ശരണിന് ദൈവം കൊടുത്ത ഭാഗ്യമാണ്. അങ്ങനെ ഉണ്ടാവണം. നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും, പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും, ഒരു സംശയമില്ല. അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനെ ഒരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മൊട്ടായി വിടരാനെങ്കിലും എനിക്ക് അവസരം തന്ന ശരണിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ്. ജോജു എന്നോട് വളരെ വ്യക്തിപരമായി സ്വകാര്യമായും പറയുന്ന എന്റെ ദുശീലങ്ങൾ അവസാനിപ്പിക്കണം, പക്ഷെ എനിക്ക് സ്നേഹം തോന്നിയ ഒറ്റ വാക്കേ ഉള്ളൂ: നിങ്ങളെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത്. അത് ഞാൻ ഉപേക്ഷിക്കില്ല. ഞാൻ എന്റെ ദുശീലം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, പക്ഷെ എന്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അതെന്റെ പ്രിയ സുഹൃത്ത് എന്നോട് പറയുന്ന അവന്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പറയും എന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചോളൂ. എന്തിനാണ് ഞാൻ എന്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടത്? എന്തിനാണ് എന്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞു കളയേണ്ടത്? എന്റെ നാവ് എറിയേണ്ടത്, എന്റെ കഴുത്തരിഞ്ഞു കളയേണ്ടത്, എന്റെ കാലിന്റെ ചങ്ങലക്കിടേണ്ടത്? അങ്ങനെ ഇടേണ്ടതല്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കലാകാരൻ ശവബോഡിയാണ്. ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത്, ബാക്കി ഞാൻ പറഞ്ഞ. എനിക്കറിയാം ഇത് വിൽക്കാനിരിക്കുന്നതാണോ മാറ്റാനെന്ന് പറഞ്ഞു. എനിക്ക് ദുശീലമുണ്ട്. ആർക്കാണ് ഇല്ലാത്തെന്ന് പറ. സത്യസന്ധമായിട്ട് കൈയുയർത്തി പറയാൻ പറ്റുന്നവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഓരോ വിഷുവിനെങ്കിലും കാണും. സിഗരറ്റ് വലിക്കാത്ത ഒരാളില്ലാത്തവരുടെ
ശീലായിട്ട് കണ്ടാൽ മതി. അനൽസേട്ടാ, ഈ അതിന് ചോദിക്കാം, ഒരു കലാകാരൻ എന്ന നിലയിൽ നിലപാടുകൾ ഉണ്ടാവാൻ, സ്വന്തം രാഷ്ട്രീയം ഉണ്ടാവണം. പക്ഷെ ആ രാഷ്ട്രീയം നമ്മൾ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ. ആ എതിർപ്പുകളെ നേരിടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നേരിടുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടാം, നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടാം. അതിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ? ഞാന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈബിളിൽ സ്നാപകയോഹന്നാനാണ്. സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നാപകയോഹന്നാനെ ആദരിക്കുന്ന ഒരുത്തനാണ്. യേശുക്രിസ്തു ഒത്തുതീർപ്പുകാരനായിരുന്നു. പത്രോസ് ഗുരുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞവനായിരുന്നു. യൂദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തവനായിരുന്നു. എനിക്ക് യൂദാസിനെയാണ് ബഹുമാനം. പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെയല്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അതാണ് നാരായണന്റെ 3 ആൺമക്കളും പറയുന്നത്. പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയല്ല, പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന മിത്രത്തെയല്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം. ആക്രമിക്കുന്ന മിത്രങ്ങളുണ്ട്, ഒരുപാടുണ്ട്, സംശയമില്ലല്ലോ. നിങ്ങളുടെ അപ്പുറം ഇരിക്കുന്നവർ എത്ര ശത്രുക്കളും മിത്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇടതും വലതും ഇരിക്കുന്നവർ ആരൊക്കെയാണ് മിത്രമാണെന്ന് ശത്രുവാണെന്ന് അറിയാമോ? ഇവിടുന്ന് കുത്തുവരുമെന്ന് അറിയാമോ? പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ശരണ്യന് ഇപ്പൊ എത്ര കുത്തു കിട്ടാൻ പോണെന്ന് ദൈവത്തിനറിയാം. ഇപ്പൊ നേരത്തെ KG ജോലി സാറിന്റെ പറഞ്ഞ പോലെ തന്നെ ലോഹിതദാസ് സാറാണെങ്കിലും പത്മരാജൻ സാറാണെങ്കിലും ഈ വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിലും ഒക്കെ അവരുടെ കൃതികളിലൊക്കെ ചുറ്റുപാടുകള് അവർ ജീവിച്ച ജീവിതാനുഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പൊ MT സാർ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്, എന്റെ ചുറ്റുപാടുകളാണ് എന്റെ കഥയിലൂടെ കൂടുതലും വരിക, അതാണ് എനിക്ക് കംഫർട്ടബിൾ എന്നുള്ളത്. മറ്റൊരു ലോകം തേടി അവർ പോയിട്ടില്ല, പക്ഷെ അതിൽ തന്നെ അവര് വിസ്മയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരൺ സാർ ആദ്യ സിനിമ വരുമ്പോ തന്നെ ചുറ്റുപാടുകള്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങള്, കുടുംബ ബന്ധങ്ങള്, ഇതൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ മഹാരഥന്മാരുടെ പാത എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള ഓരോ സിനിമകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ, അതോ ഈ ജോണറിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ജോണർ ഷിഫ്റ്റ് ചെയ്യണം, വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ആദ്യ സിനിമ സ്വന്തം ചുറ്റുപാടുകൾ തിരഞ്ഞെടുത്തത്? അങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്യുന്നത്? സ്വന്തം ചുറ്റുപാടൊന്നുമല്ല, പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ജോജി ചേട്ടാ, ഒരു ചോദ്യം കൂടി. നമ്മുടെ ജോബി ജോസ് സാറ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ഒരുപാട് മാസ കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് മമ്മൂക്ക പടങ്ങൾ. ഇപ്പോ രാഹുൽ രാജേട്ടനൊക്കെ ഒരുപാട് മ്യൂസിക് ഇതിലുണ്ട് കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് വേണ്ടി. ജോസഫ് സിനിമ കണ്ടിട്ട് മമ്മൂക്ക അയച്ചൊരു മെസ്സേജിനെ കുറിച്ച് ജോജി ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കൊള്ളാം പടവും നടിപ്പും എന്ന് പറഞ്ഞ ഒരു മെസ്സേജ്. നിങ്ങൾ രണ്ടുപേരും കൂടി, അതായത് മമ്മൂക്കയും ജോജു ചേട്ടനും ഒന്നിക്കുന്ന ഒരു മാസ് പടം വരുമോ? എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഗുഡ്വിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു പടം വന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് പ്രൊഡ്യൂസ് ചെയ്താലും കുഴപ്പമില്ല, നമ്മ സന്തോഷം. നല്ലത്. ഒരു ഓഫർ പോലും അങ്ങനെ വന്നിട്ടില്ല, കഥകളൊന്നും വന്നിട്ടില്ല. ഇല്ല. രാവിലേട്ടാ, ചോട്ട മുംബൈ റീ റിലീസിന് ഒരുങ്ങുന്ന വാർത്ത കേട്ടോ, ശരിയാണോ? ശരിയായാൽ മതിയായിരുന്നു, കാരണം ഞാനും അത് കാത്തിരിക്കുകയാണ്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു രാജുചേട്ടന്റെ മകൻ അങ്ങനത്തെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. പേഴ്സണലി അറിയത്തില്ല, ബട്ട് ഹോപ്പിംഗ്. കാരണം ഇപ്പോഴും അത് ന്യൂ ഇയർ ആയിക്കഴിഞ്ഞാൽ വാസ്കോഡഗാമയും ഒക്കെ അല്ലെങ്കിൽ തലയും ഒക്കെ എപ്പോഴും സംസാരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം. അപ്പോൾ റിലീസ് ചെയ്യട്ടെ, അടിപൊളിയാകട്ടെ. അവസാനമായി ചോദിക്കുകയാണ്, ഡയറക്ടർ അടുത്താണ്. എന്തായാലും സിനിമ റിലീസിന് നാളെ റിലീസാകാൻ പോവാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അപ്പം ഒരുപാട് മാസ് പടങ്ങളും ഒരുപാട് ആക്ഷൻ പടങ്ങളും കാണുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. പക്ഷെ ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററുകളിൽ പ്രഷർ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞ മാതിരി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. ഒരു രീതിയിലും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഒരു ചെറിയ കുടുംബ സിനിമ എന്നതിനെ വിളിക്കാം. അപ്പൊ തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാസ് സിനിമകൾ, ഒരുപാട് ആക്ഷൻ സിനിമകളുടെ ഇടയിൽ
തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരു ഇങ്ങനെയൊരു സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പോകണം, കാണണം, സിനിമ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ വിശ്വാസം. വളരെ തുറന്നു പുസ്തകം പോലെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഈ വേദിയിൽ തന്നെ കുറെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കുന്നുണ്ട്. പിന്നീട് ചിന്തിക്കാറുണ്ട് ഇത്ര അധികം ഓപ്പൺ ആവേണ്ട ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കണം എന്നൊക്കെ. ഞാൻ മുമ്പസാരെ കൂട്ടിലല്ലല്ലോ, ഞാൻ നിങ്ങളുടെ മുമ്പിലല്ലേ സംസാരിക്കുന്നു. നിങ്ങൾ എന്നെക്കൂടെ തുറന്ന് സംസാരിക്കുന്നു. നിങ്ങൾ കള്ളത്തരങ്ങൾ പറയുന്നത്. അലൻസിയറേട്ടാ, നേരത്തെ പറഞ്ഞായിരുന്നു രാഷ്ട്രീയം വിടരുതെന്ന് ജോജി ചേട്ടൻ പറഞ്ഞു. ഒരു സംശയം, എന്താണ് അലൻസിയർ ചേട്ടന്റെ രാഷ്ട്രീയം? എന്റെ ഹൃദയം ഇടതുപക്ഷത്തിരിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ്. ഞാനൊരു പാർട്ടിയിലും മെമ്പറല്ല. ഹൃദയം ചലിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ്. അപ്പോ ഇടതുപക്ഷവും പാർട്ടിയും രണ്ടാണോ? ഇപ്പൊ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അലൻസിയറുടെ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. കാരണം നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ? നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു. എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, തുറന്ന പുസ്തകം പോലെ പറയാണ്, എനിക്കൊരു രൂപ ശമ്പളം കിട്ടിയില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിലിരിക്കണം. തമാശയാണ്. ഇനി തമിഴിൽ എനിക്ക് വേഷം കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത് പറയുന്നതുകൊണ്ട്. ഇവര് രണ്ടുപേരും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ്. അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കയറണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ജഡ്ജി വേഷവും കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ്, അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ്. അപ്പൊ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ്. എനിക്ക് എന്റെ ഷോട്ടില്ല, എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം. ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററിനൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു, പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ. അപ്പൊ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. ഒറ്റ ദിവസം ഒരു ഷൂട്ടുള്ളൂ. അപ്പൊ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു. അദ്ദേഹം ഒരു സ്റ്റൈലിസ്റ്റ് ആക്ടിങ്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിന്റെ അതിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം. ജഡ്ജി ഞെട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിസ്റ്റ് ആക്ടിങ്ങും അറിയില്ല, ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവുമില്ല. നമ്മളിങ്ങനെ ഈ ദിലീഷ് ബോധന്റെ കൂടെയും ശരണ്ന്റെ കൂടെയും രാജീവ് രവിയോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയാണ്. എന്താ അപ്പന്റെ മോശമാണോ? ഇത് ചതുരത്തിൽ മോശമാണോ? നിങ്ങൾ നാരായണന്റെ മക്കൾ കണ്ടു നോക്കൂ. നാളെ നിങ്ങൾ ഈ തമിഴിലെ എന്റെ വേഷമില്ലാതൊക്കെ കളയരുത് കേട്ടോ. ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. എനിക്ക് കിട്ടേണ്ട എനിക്ക് കിട്ടും. ഞാൻ ചോദിച്ചു വാങ്ങേണ്ട ചോദിക്കും. ആ പണി കിട്ടേണ്ടോ പണി കിട്ടും. അൽച്ചിരേട്ടാ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യം ഇതിലെ ബന്ധങ്ങളുടെ കാര്യം തന്നെ പറയും. ഇപ്പൊ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. അച്ഛൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അച്ഛനെ കൊല്ലുന്നു, കാമുകൻ കാമുകിനെ കൊല്ലുന്നു, കാമുകനെ കൊല്ലുന്നു. അപ്പം ഒരു റിലേഷനും ഒരു വാല്യൂ ഇല്ലാത്ത ഒരു എന്താ പറയാ, ആർക്കും എന്തും ആകാം എന്നൊരു ലെവലിലേക്ക് ആയി ബന്ധങ്ങൾ. ശരിയായി വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്റെ വീട്ടിൽ പോലും എന്റെ മക്കള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും. മുറി അങ്ങ് ലോക്ക് ചെയ്യും. അറ്റാച്ച്മെന്റ് ഇല്ല. പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡായി. അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഞാൻ വളരെ പേഴ്സണലി പറയാണ്, എന്റെ അച്ഛൻ എന്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ
റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും. അവർ റോഡ് മറികടത്തി കൊണ്ടുവരാൻ. എന്റെ അച്ഛൻ മരിച്ചപ്പോ ഞാൻ കരയുന്നുണ്ട്. എന്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം. അത് തന്നെയാണ് നാരായണന്റെ മക്കളും. എത്രയോ അകലങ്ങളിലാണ് നാരായണന്റെ മക്കൾ. ആ കഥ കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചാണ്. അത് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത്. ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല. കാരണം വെച്ചാൽ ഇപ്പോ ഒരുപാട് എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്നപ്പോൾ ഒരു ഡയറക്റ്റ് ആക്ഷനാണ്. അതിന് നടപടി അല്ലെ അതിനൊരു പ്രോപ്പർ അന്വേഷണവും ഇല്ല. ഒരു എന്താ പറയുക, ഇപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഒരു സംഘടനയുണ്ട്, പുരുഷന്മാരെ ഒരു മെൻസ് അസോസിയേഷൻ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനം പ്രോപ്പറായിട്ടല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു സംഘടന കൃത്യമായിട്ട് ഉണ്ടാവണം. അതിന് കൃത്യ ഒരു എന്താ പറയുക, ഒരു കേസ് വന്നാൽ അതിന് കൃത്യമായ പെണ്ണായാലും ആണായാലും ഒരേപോലെ ആയിരിക്കണം, നീതി ഒരുപോലെ ആയിരിക്കണം. എല്ലാവർക്കും തുല്യ നീതി വേണം. ഞങ്ങളുടെ നാട്ടില് പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല? ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയും. ആകാശത്തിന്റെ മഴ പെയ്താല് ഭൂമിയിൽ പിന്നെ ഉർവരത മാറും, മരുഭൂമി ഇല്ലാതാവും. അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേഘമാണ്. അപ്പോ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിലെനിക്ക് യാതൊരു സങ്കോചവുമില്ല അത് പറയുന്നതിനകത്ത്. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു അവകാശമല്ല, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. ആണിനും മാത്രമായിട്ട് അവകാശമല്ല ഞാൻ പറയുന്നത്, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. അത് ഈ സിനിമ സംസാരിക്കും നിങ്ങളോട്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റായി മാറട്ടെ. ഇന്ന് ഓർക്കുന്ന മലയാള സിനിമയിൽ ഒരു നാഴികക്കല്ലായിട്ട് തന്നെ നിൽക്കട്ടെ നാരായണിയുടെ 3 മക്കൾ. നാരായണന്റെ 3 ആൺമക്കൾ. നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ജനിച്ചാലും നാരായണന്റെ 3 ആൺമക്കൾ നിങ്ങൾക്കുണ്ടാകട്ടെ. യോജിയുടെ അവസാനമായിട്ട് എന്താണ് സിനിമയെ കുറിച്ചിട്ട് പ്രേക്ഷകരോട്? ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ജോണർ സിനിമകളിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു സിനിമയാണ്. അതിലൊപ്പം തന്നെ നല്ല ഒരാൾ സിനിമ സ്വപ്നം കണ്ട് അതിനകത്ത് സഞ്ചരിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് വന്നൊരു പടം ചെയ്യുകയാണ്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം അതിനു വേണ്ടിയിട്ട് എടുത്തുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു പടം ഇപ്പോ ഒരാവശ്യമായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പം വയലന്റ് സിനിമകളും അങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ തന്നെ എന്നോട് തന്നെ പറയാറുണ്ട്, കുറച്ച് പ്രേമിക്കണ പടം അഭിനയിക്കൂ, അങ്ങനെ പടങ്ങൾ വരണമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പടം ഇപ്പോൾ വരുന്നതിൽ വളരെ സന്തോഷം. അത് തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും, ഒരു സംശയമില്ല. വളരെ നല്ല സിനിമയാണ് അത്. തിയേറ്ററിൽ ഉണ്ടാകത്തില്ല കാണാൻ പ്രേക്ഷകരോടെ? ഞാൻ എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. സംഭവം എന്ന് വെച്ചാൽ